ഇനിയും 36% വീടുകളിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. 55% കൊടുത്തതിൽ അഭിമാനമുള്ളൊരു ഗവൺമെന്റാണിത് എന്ന് മനസ്സിലാക്കണം. രാഷ്ട്രീയപരമായി ജലജീവൻ മിഷനെയും കുടിവെള്ളത്തെയും കാണരുത്. 13,000-ൽ നിന്ന് 45,000 വീട്ടിൽ കുടിവെള്ളം കൊടുത്തിട്ട് ആ പദ്ധതി ശരിയായില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? സർ, ഇന്ത്യ രാജ്യത്ത് 2019 ആരംഭിച്ച ഒരു മഹത്തായ പദ്ധതിയിൽ ഒരു വർഷം വൈകി മാത്രം നമ്മൾ ഭാഗമായി അതിൽ വർഷങ്ങൾ പഴക്കമുള്ള എസ്റ്റിമേറ്റും പ്രോജക്റ്റുകളും സമർപ്പിച്ച് അംഗീകാരം നേടി ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുള്ള സർവേ കൊണ്ട് മാത്രം പ്രോജക്റ്റുകൾ ഉണ്ടാക്കുക, സംസ്ഥാന സർക്കാർ വീതം യഥാസമയം വകയിരുത്താതിരിക്കുക, ഭൂമി യഥാസമയം ഏറ്റെടുത്ത് നൽകാതിരിക്കുക, കരാറുകാരുടെ തുക യഥാസമയം നൽകാതിരിക്കുക, കേന്ദ്ര ഫണ്ട് യഥാസമയം വിനിയോഗിക്കുകയും വിനിയോഗ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിന് നൽകാതിരിക്കുകയും ചെയ്യുക എന്ന ഗുരുതരമായ വീഴ്ചകൾ കാരണം ജലജീവൻ മിഷൻ പദ്ധതി കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞത് വെറും 54% വീടുകളിൽ മാത്രമാണ് സർ. അത് പഴയ കണക്ഷൻ അടക്കം. അങ്ങനെ രാജ്യത്തെ ഏറ്റവും പിന്നിൽ 34-ാം സ്ഥാനത്താണ് സർ. നമ്മുടെ നാണം കെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കേരളം. ജലജീവൻ മിഷൻ പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയ ഒരു മുന്നണിയുടെ സർക്കാരിന് ഇനിയും 36% വീടുകളിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവശേഷിക്കുന്ന ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് എത്ര വീടുകൾ കുടിവെള്ളം എത്തിക്കാൻ കഴിയും? പരിചയസമയനായ ഒരു നിയമസഭാ അംഗം ഇത്തരത്തിലുള്ള ചോദ്യം ഉന്നയിച്ചത് സഭയിൽ എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അവസരമുണ്ടായി. ആദ്യം പരിഗണിക്കേണ്ടത് ഈ പറഞ്ഞ വാദഗതികളൊന്നും ശരിയാണോ, പിന്നെ ഗൂഗിളാണോ എങ്ങനെയാണോ ഇത്രയും വർക്ക് കേരളത്തിൽ നടക്കുക? എത്ര ദിവസം കൊണ്ടാണ് ഒരു റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ എസ്റ്റിമേറ്റ് പൂർത്തിയാക്കുന്നത്? ഈ ഗ്രാമത്തിലല്ല ഇത് അളന്ന് തിരിച്ച് പൈപ്പിടേണ്ട വഴി, ഓവർഹെഡ് ടാങ്ക് വേണ്ടത്, പ്ലാന്റ് വേണ്ടത്, ഈ സിസ്റ്റം എല്ലാം എടുക്കാൻ പറ്റുന്ന താമസം ഉണ്ടാക്കിയോ? ഏതാണ് പ്രശ്നം? എനിക്ക് മനസ്സിലായില്ല പറഞ്ഞ ഒരു കാര്യവും. ഇനി നമ്മുടെ മണ്ഡലം ഒന്ന് പരിശോധിക്കുക, അതിലേക്ക് പോകണ്ടല്ലോ. ഇപ്പം 55% കൊടുത്തത് ആക്ഷേപകരമായി പോയി എന്നാണ് പറയുന്നതെങ്കിൽ 55% കൊടുത്തതിൽ അഭിമാനമുള്ളൊരു ഗവൺമെൻറ്റാണിത് എന്ന് മനസ്സിലാക്കണം. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇക്കാര്യത്തിൽ നല്ലവണ്ണം സഹകരിക്കുന്ന ജനപ്രതിനിധികളാണ് ഓരോരുത്തരും. അതിലൊന്നൊരു തർക്കം എനിക്കില്ല. ഗവൺമെൻറ് ഭാഗത്ത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? 17 ലക്ഷം ഗാർഹിക കുടുംബങ്ങളിൽ മാത്രം കുടിവെള്ളം കൊടുക്കാൻ കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ആരംഭിച്ചൊരു പദ്ധതി 3 വർഷക്കാലം കൊണ്ട് 54% പൂർത്തീകരിക്കാൻ കഴിഞ്ഞ് ഏതാണ്ട് 40 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിയെന്ന് പറഞ്ഞാൽ അതെന്താ ക്ഷീണമാണോ? അതുപോലെ തന്നെ 8 ലക്ഷം ഗാർഹിക കുടുംബങ്ങളിലേക്ക് ആവശ്യമായ ലൈൻ ഇട്ടു. പക്ഷേ കണക്ഷൻ കൊടുക്കണമെങ്കിൽ പ്ലാന്റും അനുബന്ധ സൗകര്യങ്ങളും രൂപപ്പെടണം. 3-4 മാസക്കാലം കൊണ്ട് ആ പ്ലാന്റും ഓവർഹെഡ് ടാങ്കും സൗകര്യങ്ങളും രൂപപ്പെട്ടാൽ ഈ പറയപ്പെടുന്ന 40 എന്നുള്ളത് 48 ലക്ഷം കുടുംബങ്ങളിലേക്ക് എത്താൻ പോവുകയാണ്. ആ നിലയിൽ മുന്നേറുന്നൊരു സ്ഥലത്ത് ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങളല്ല നമ്മൾ ചിന്തിക്കപ്പെടേണ്ടത്. രാഷ്ട്രീയപരമായി ജലജീവൻ മിഷനെയും കുടിവെള്ളത്തെയും കാണരുത്. നമ്മുടെ മണ്ഡലം മഞ്ചലാംകുടി അലി സാഹിബിൻ്റെ മണ്ഡലം എടുത്താൽ എന്താ സ്ഥിതി? അവിടെ 51,061 കുടുംബമുള്ളത്. അവിടെ ഇതിന് മുമ്പുണ്ടായിരുന്ന കണക്ഷൻ 13,337 എന്ന് പറഞ്ഞാൽ 22.34%. MLA തന്നെ വിളിച്ചുകൂട്ടി മീറ്റിംഗ്, നല്ല ഇടപെടൽ നടത്തി. ഞാൻ എതിർത്തില്ലല്ലോ. അതിൻ്റെ ഭാഗമായി അങ്ങയുടെ മണ്ഡലത്തിലുണ്ടായ വർധനം എത്രയാ? 76.93%. അത് ഇല്ലെങ്കിൽ പറയണം, തടസ്സമുണ്ടെ പറയണം. അതിൻ്റെ അർത്ഥം 13,000-ൽ നിന്ന് 45,000 വീട്ടിൽ കുടിവെള്ളം കൊടുത്തിട്ട് ആ പദ്ധതി ശരിയായില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? അതുകൊണ്ട് ഇക്കാര്യത്തിൽ സമഭാവനയോടെ ഒരു സമീപനമാണ് ആവശ്യം. ഒരു തർക്കത്തിനുമില്ല. പണം ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു, അതാണല്ലോ ലോൺ എടുത്തത്. ആ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ മണ്ഡലത്തിലെയും പ്രവർത്തനം പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും.